ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് കുറച്ച് വെറൈറ്റീസ് കാണിക്കാൻ വേണ്ടിയാണ് നമ്മുടെ പുതിയ കളക്ഷൻസിലുള്ള. ഇത് വന്നിട്ട് മൾട്ടി കളർ ബീഡ്സ് ആണ്. ഇത് വെയ്റ്റ്ലെസ് ആണ്. 10 ഗ്രാം ആണ്. നിങ്ങൾക്ക് ഗ്രാം ഇഷ്ടംപോലെ എടുക്കാം. 10 ഗ്രാം മിനിമം എടുക്കണം. മിക്സ്ഡ് ആണ്. അതേപോലെ അടുത്തത് ആൽഫബറ്റ്സ് ആണ്, റൗണ്ട് ഷേപ്പിലുള്ളത്. അതിൻ്റെ തന്നെ വെറൈറ്റി ആയിട്ട് നമ്മുടെ കയ്യിൽ 2 ലെറ്റർ ബീഡ്സ് ആണ്. ഇത് ഒന്ന് ബോക്സ് ടൈപ്പ് വരുന്നത്, ഇത് റൗണ്ടാണ്. ഇപ്പം നമുക്ക് ഇതിൽ എങ്ങനെ വേണേലും ചെയ്യാൻ പറ്റും. ബീഡ്സ് തിരിഞ്ഞു പോയാലും. പക്ഷേ ഇതിലെന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ തിരിച്ചിട്ടാൽ, അല്ലെങ്കിൽ ഇപ്പം ഈ ഒരു ലെറ്റർ ബീഡ്സ്, പക്ഷേ ഇവിടുന്ന് വായിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ വായിക്കാൻ പറ്റത്തില്ല. ആ ഒരു കുഴപ്പം വരും. പക്ഷേ ഇതിലെന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെയാണെങ്കിൽ ഇപ്പുറത്തുനിന്ന് നമുക്ക് വായിക്കാൻ പറ്റും. ഇത് ഇവിടെയുണ്ട്, അതുകൊണ്ട്. അപ്പോൾ ഇത് 2 ടൈപ്പ് വരുന്നത്. പിന്നെ നമ്മുടെ കയ്യിൽ സ്റ്റോൺ ഷീറ്റ്സ് ഉണ്ട്. ഇതേപോലെ ഇത് ഒരു ഹെയർ ബോ സൈസിലും ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി അലിഗേറ്റർ ക്ലിപ്പയിലേക്ക് വെക്കാനും പറ്റും. ഇതേപോലെ നമുക്ക് ഒട്ടിച്ച് കൊടുക്കാൻ പറ്റും. ഫുള്ള് കഴിഞ്ഞ് ഇത്രയും ബാക്കി വരുന്നുണ്ടാവും. നിങ്ങൾക്ക് അലിഗേറ്റർ ക്ലിപ്പയിൽ ഒട്ടിക്കാം. ഇതിൻ്റെ പല മോഡലുള്ളത്. ഇതൊന്ന് ഫുള്ള് സിൽവറിൽ വരുന്നതാണ്. ഞാൻ പെട്ടെന്ന് കാണിച്ചു പോകുന്നതാണ്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഈ ഒരു ടൈപ്പാണ്. ഇത് പുതിയ വെറൈറ്റി. ഇതും ഇതേപോലെ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ച് കൊടുത്താൽ മതി. B7000 വെച്ച് ഒട്ടിച്ച് കഴിഞ്ഞാൽ 24 hours കഴിഞ്ഞാൽ നല്ല സ്ട്രോങ് ആയിട്ടിരിക്കും. ആ സമയത്ത് ഒട്ടിക്കുമ്പോൾ കുറച്ച് ഷെയ്ക്കി ആയിട്ട് തോന്നും. പക്ഷെ അല്ല, നല്ല വൃത്തിക്ക് ഇരുന്നോളൂ. അത് പോവത്തേ ഇല്ല. ഇതേപോലെ നല്ല ഭംഗിയിൽ. ഇതിൻ്റെ തന്നെ 2-3 വെറൈറ്റി ഉണ്ട്. ഇതൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. നല്ല വർക്ക് ചെയ്ത പോലെ. ഇതേപോലെ അങ്ങ് ഒട്ടിച്ച് കൊടുത്താൽ മതി. കണ്ടോ, നല്ല രസമില്ലേ? ഇതിൻ്റെ തന്നെ സിൽവർ ഉണ്ട്. കറക്റ്റ് സൈസാട്ടോ പോകുന്നത്. പിന്നെ നമ്മുടെ കയ്യിൽ ഈ ഒരു ടൈപ്പും ഉണ്ട്. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒന്നാക്കാം, അല്ലെ ഒരെണ്ണം വെച്ച് ചെയ്യാം. എന്നിട്ട് ഒന്ന് അലിഗേറ്റർ ക്ലിപ്പയിലേക്ക് വെക്കാം. കറക്റ്റായിട്ട് സൈസ് കണ്ടോ. പിന്നെ നമ്മുടെ കയ്യിൽ വന്നിട്ട് ഫ്ലവേഴ്സ് ഉണ്ട്. വെറൈറ്റി ഈ ഒരു ടൈപ്പ്. ഇത് നമുക്ക് വേണമെങ്കിൽ നൈലോൺ ഇത് ബാൻഡാണ്. നൈലോണിൻ്റെ തന്നെ നല്ല സ്ട്രെച്ചബിളാണ്. ഇതിൽ വേണമെങ്കിൽ നമുക്ക് സ്റ്റിക്ക് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ബീഡ്സ് ഒട്ടിക്കുന്ന മെഷീൻ ഉണ്ടെങ്കിൽ അത് വെച്ച് ഇതേപോലെ ഫ്ലവർ ഒട്ടിച്ച് കൊടുക്കാൻ പറ്റും. നല്ല ഭംഗിയിലിരുന്നോളൂ. നല്ല ഭംഗിയായിരിക്കും കാണാൻ തന്നെ. ഇത് അല്ല എങ്കിൽ നിങ്ങൾക്ക് ഈ ഫ്ലവേഴ്സ്, ഇതിൻ്റെ പല കളറുണ്ട്. നമ്മുടെ കാറ്റലോഗിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതേപോലെ ഇതൊക്കെ ഒന്ന് പ്രസ് ചെയ്ത്, ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഊരി എടുത്തിട്ട്, ഈ ഫ്ലവേഴ്സ് ആണെങ്കിൽ ഷൈനിങ് ആണ്, ഇത് വേണമെങ്കിൽ ഒട്ടിച്ച് കൊടുക്കാം. വൈറ്റ് ബീഡ് പേൾ സെറ്റിംഗ് മെഷീൻ വെച്ച് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. നല്ല ഭംഗിയിലിരിക്കും. നല്ല മെറ്റീരിയലാണ്, പോവത്തൊന്നുമില്ല. വേദന എടുക്കുകയോ അങ്ങനെ ഒരു കാര്യം ഉണ്ടാവില്ല. പിന്നെ ഈ ഒരു ഫ്ലവർ നമ്മുടെ കയ്യിൽ വന്നിട്ട് പല ഷെയ്ഡുണ്ട്. ഇതേപോലെ 6. ഇത് വന്നിട്ട് നമ്മൾ ഓരോന്നാണ് കൊടുക്കുന്നത്. ഇത് നിങ്ങൾക്ക് റീസണബിൾ പ്രൈസിലാണ് ഇപ്പോൾ കൊടുക്കുന്നത്. നമ്മൾ നല്ല സ്റ്റോക്ക് എത്തിയിട്ടുണ്ട്, പുതിയ സ്റ്റോക്സ്. ഹെയർ ബോ മേക്കിംഗ് ആർക്കൊക്കെ നല്ല ബെസ്റ്റ് ആണ്. ഇത് ബോ ബീഡ്, പേസ്റ്റൽ ബീഡ്സ് കുറേ എണ്ണമുണ്ട്. എല്ലാം മിക്സ് ചെയ്തുകൊണ്ട് മിക്സ് ചെയ്യാതെ. കുറേ പേര് ബോ ചോദിച്ചായിരുന്നു. ഇപ്പോൾ ബോ ബീഡ് സ്റ്റോക്ക് വന്നിട്ടുണ്ട്. നല്ല പുതിയ ഇതാണ്. പിന്നെ നമ്മുടെ കയ്യിൽ ബട്ടർഫ്ലൈ അലിഗേറ്റർ ക്ലിപ്പാണ്. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇനി കട്ട് ചെയ്ത് ഹെയർ ബാൻഡേലും ചെയ്യാൻ പറ്റും. ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ചെയ്യാവേ. പിന്നെ ഇതേപോലെ നമ്മുടെ കയ്യിൽ നല്ല ഭംഗിയുള്ള ക്ലിപ്സ് ഉണ്ട്. പിന്നെ ഇതേപോലെ വൈറ്റും ഉണ്ട്. ഇതിൻ്റെയൊക്കെ നടുക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഫ്ലവർ ഒട്ടിച്ച് കൊടുക്കാം. കുഞ്ഞിത് നമ്മുടെ സ്റ്റോൺ ഫ്ലവർ ഇല്ലേ, അത് കൂട്ടൊക്കെ ഒട്ടിച്ച് കൊടുക്കാം. ഈസി ആയിട്ട് നല്ല ഭംഗിയിൽ നല്ല ക്ലിയർ ആയിട്ട് കിട്ടും. എക്സാമ്പിളായിട്ട് ഇപ്പോൾ ഈ ഒരു ഫ്ലവർ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ നടുക്ക് വർക്കില്ല. അപ്പോൾ ജസ്റ്റ് ഇവിടെ ഒട്ടിച്ച് കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഷേപ്പേ മാറി ഇതേപോലെ
പിന്നെ നമുക്ക് ഇത് വൈറ്റ് ബീഡ് ഒട്ടിച്ച പോലെ തന്നെ ഇതിൻ്റെയൊക്കെ നടുക്ക് ഇതേപോലെ 1 2 3 എണ്ണമൊക്കെ വെച്ച് കൊടുക്കാം. ഇതിൻ്റെ അല്ലെങ്കിൽ ഈ ഹോളിൻ്റെ ഉള്ളിൽ ഒട്ടിച്ച് വെക്കാം. അങ്ങനെ നമുക്ക് തന്നെ ഡിസൈൻ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ തന്നെ വേറെ ഉള്ളത് നോർമൽ ക്ലിപ്പാണ്. ഈ ക്ലിപ്പിൻ്റെ ഉള്ളിൽ വേണമെങ്കിൽ നമുക്ക് ഇതേപോലെ വെക്കാം. പിന്നെ നമ്മുടെ കയ്യിലുള്ളതെന്ന് പറഞ്ഞാൽ ഷൈനിങ് ഉള്ള ചെറിയ സ്റ്റോൺസ് വരുന്ന സൈസ് ബട്ടർഫ്ലൈ ആണ്. ഈ ബട്ടർഫ്ലൈയുടെ ഈ സ്റ്റോൺസ് നമ്മുടെ കയ്യിൽ ഉണ്ട്. ഫ്ലൈയിങ് ബട്ടർഫ്ലൈ ആണ്. അപ്പം ഈ ഒരു ക്ലിപ്പ് ഇതിൻ്റെ പല ഷെയ്ഡ്സ് ഉണ്ട്. നമ്മൾ കാറ്റലോഗിൽ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ നമ്പർ സേവ് ചെയ്ത് നിങ്ങൾക്ക് കാറ്റലോഗിൽ കിട്ടും. അപ്പോൾ ഇതിൻ്റെ ബീഡ്സ് ഇതേപോലെ ഒട്ടിച്ച് കൊടുക്കുന്നതാണ് ഫുള്ള് വട്ടത്തിൽ. ആ ബീഡ്സാണ് ഇപ്പം നമ്മുടെ ഫ്ലൈയിങ് ബട്ടർഫ്ലൈയിലുള്ളത്. സെയിം സൈസാണ്. ഇത് നിങ്ങൾക്ക് B7000 വെച്ച് വേണമെങ്കിൽ ഇതേപോലെ ഒട്ടിക്കാം. ബാക്കി വരുന്നത് വെച്ച് ഇതാണ് ബീഡ്സ് സ്റ്റോൺസ്. ഇത് കറക്റ്റ് സൈസാണ്. നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് വേണമെങ്കിൽ അതൊന്ന് ചെക്ക് ചെയ്യാം. ഇതിങ്ങനെ ഒട്ടിച്ച് കൊടുത്തതാണ് ഇതിൻ്റെ ഉള്ളിൽ. അപ്പം നമുക്ക് വേണമെങ്കിൽ നോർമൽ സാധാ ഇതേപോലത്തെ മേടിച്ചിട്ട് ഇതിൽ ഒട്ടിച്ചാലും മതി. നമ്മൾ ഈ ക്ലിപ്പിൽ ചെയ്തതിൻ്റെ ബാക്കി അതേപോലെ. അടുത്തത് നമ്മുടെ കയ്യിൽ കുറേ ഗ്ലിറ്റർ ട്യൂബ്സ് ഉണ്ട്. അപ്പം നമ്മൾ പറഞ്ഞ പോലെ 15 മീറ്റർ ഓരോ എണ്ണം അല്ല പല കളറോ ഒരേ കളറോ എടുക്കുകയാണെങ്കിൽ കൂടി നമ്മൾ 15 മീറ്റർ അതിൻ്റെ മുകളിലേക്ക് എടുക്കുന്നവർക്ക് ഓഫർ പ്രൈസ് ഉണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് കാറ്റലോഗിൽ ചെക്ക് ചെയ്ത് നോക്കുക. ഇതാണ് വെറൈറ്റീസ്. 6 9 10 11 12 15 17 വെറൈറ്റീസ് ഉണ്ട് കേട്ടോ നമ്മുടെ കയ്യിൽ. അപ്പോൾ ഇതാണ് വെറൈറ്റീസ്. നിങ്ങൾക്ക് കാണാം. ഇതും ഇത് ഒക്കെ മൾട്ടി കളറിൽ വരുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതേപോലെ നമ്മുടെ കയ്യിൽ വന്നിട്ട് കുറേ ബീഡ്സ് ഉണ്ട്. 6mm 4mm 3mm ഒക്കെ 3ഉം 4ഉം 6ഉം. അപ്പോൾ പല വെറൈറ്റീസാണ്. 16 വെറൈറ്റിയോളം 6mm ഉണ്ട്. അതേപോലെ 8ഉം അതേപോലെ 8mm നമ്മുടെ കയ്യിൽ ഈ ബീഡും വൈറ്റ് ബീഡ്സും ഉണ്ട്. പിന്നെ നിങ്ങളുടെ കയ്യിൽ 6mm തന്നെ റെഡും ബ്ലാക്കും അവൈലബിൾ ആണ്. പിന്നെ സ്റ്റോൺ ഷീറ്റുകളുണ്ട്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ കുറേ പേര് ചോദിച്ചായിരുന്നു ഈ സ്റ്റോൺ ഷീറ്റ്. ഇത് നമ്മൾ ഹെയർ ബോയിൽ വെക്കുന്നതും അതേപോലെ ഗ്ലിറ്റർ ട്യൂബിലും അതേപോലെ നല്ലൊരു ഡിസൈനിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഒരു ഹെയർ ബോ. അപ്പോൾ അതിനുവേണ്ടി കുറേ എൻക്വയറീസ് വന്നിരുന്നു. അപ്പോൾ അത് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് കുറേ പല കളേഴ്സായിട്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ. താങ്ക് യു.